ബാഹുബലിക്ക് മൂന്നാം ഭാഗം വരുന്നു. ബോളിവുഡ് ടൈംസ് OTT റിലീസിലേക്ക് ഐ ആം ഗെയിം ടീസർ അപ്ഡേറ്റ്. ഹായ് ഗൈസ്, ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം മായ എന്ന ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിന് ശേഷം സംവിധായകൻ അഖിൽ സത്യൻ തന്നെ പറഞ്ഞിരുന്ന കാര്യമാണ് നിവിൻ പോളിയെ നായകനാക്കി താൻ ഒരു സിനിമ കൂടി സംവിധാനം ചെയ്യുമെന്ന്. ഇപ്പോഴിതാ ഈ ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഒരു റൊമാന്റിക് കോമഡി പശ്ചാത്തലത്തിൽ തയ്യാറാവുന്ന ഈ ചിത്രത്തിന്റെ തിരക്കഥാ വർക്കുകളിലാണ് നിലവിൽ അഖിൽ സത്യൻ ഉള്ളത്. നിവിന്റെ 51ാമത് സിനിമയായി വരാനിരിക്കുന്ന ഈ ചിത്രത്തിൽ നിവിനൊപ്പം നസ്രിയയാണ് ഫീമെയിൽ ലീഡ് റോൾ കൈകാര്യം ചെയ്യുക. കാത്തിരിക്കാം ഈ ചിത്രത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായി. സൂര്യയെ നായകനാക്കി ജിത്തു മാധവൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തു വരുന്ന ഒരു മാസ് ആക്ഷൻ എന്റർടൈൻമെന്റ് സിനിമയാണ് സൂര്യ 47. സൂര്യയ്ക്കൊപ്പം നസ്രിയ, നസ്ലിൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഈ ചിത്രം നിർമ്മിക്കുന്നത് സൂര്യയുടെ തന്നെ പ്രൊഡക്ഷൻ കമ്പനിയായ ഴഗരമാണ്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ടൈറ്റിലുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഈ സിനിമയ്ക്ക് ഗലാട്ട എന്നാവും ടൈറ്റിൽ വരികയെന്ന് റൂമറുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ചില വിവരങ്ങൾ പ്രകാരം സരവടി എന്നാവും സൂര്യ 47ന്റെ ടൈറ്റിൽ എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും വരുന്ന ജൂലൈ 23-ാം തീയതി ഈ ചിത്രത്തിന്റെ ടൈറ്റിൽ ടീസർ പുറത്തുവിടാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. തുടരും എന്ന ഇൻഡസ്ട്രി ഹിറ്റ് വിജയത്തിന് ശേഷം ലാലേട്ടനും തരുൺമൂർത്തിയും ഒന്നിക്കുന്ന അതിമനോഹരം എന്ന ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപനം ഇന്നലെ നടക്കുകയുണ്ടായി. ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ മീര ജാസ്മിൻ ആണ് ഫീമെയിൽ ലീഡ് റോൾ കൈകാര്യം ചെയ്യുക. വർഷങ്ങൾക്ക് ശേഷം ലാലേട്ടൻ മീര ജാസ്മിൻ കോംബോ ഒന്നിക്കുന്ന സിനിമ എന്ന പ്രത്യേകതയും അതിമനോഹരത്തിനുണ്ട്. രസതന്ത്രം, ഇന്നത്തെ ചിന്താവിഷയം, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്നീ സിനിമകളാണ് ഇതേ കോംബോയിൽ ഇതിനു മുമ്പ് പുറത്തു വന്നിട്ടുള്ളതും. ഇനി ചിത്രത്തിന്റെ റിലീസ് തീയതി പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ മുൻപുള്ള വീഡിയോകളിൽ പറഞ്ഞതുപോലെ തന്നെ ഈ വർഷം ക്രിസ്മസ് റിലീസായി ഡിസംബർ 24-ാം തീയതി അതിമനോഹരം തിയേറ്ററുകളിലേക്ക് എത്തും. ബിനു പപ്പു സഹസംവിധായകനാവുന്ന ഈ ചിത്രത്തിന് മ്യൂസിക് ഒരുക്കുന്നത് ജെക്സ് ബിജോയ് ആണ്. സ്പൈഡർമാൻ നോ വേ ഹോമിന് ശേഷം വീണ്ടും ടോബി മഗ്യൂറും ആൻഡ്രൂ ഗാർഫീൽഡും ടോം ഹോളണ്ടും അവതരിപ്പിച്ച സ്പൈഡർമാൻ കഥാപാത്രങ്ങൾ മറ്റൊരു സിനിമയ്ക്കായി വീണ്ടും ഒന്നിക്കുന്നു. ഓൾറെഡി അടുത്ത മാസം റിലീസിനെത്തുന്ന സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന ചിത്രത്തിൽ ഇവർ മൂന്നുപേരും ഒന്നിക്കുന്നുണ്ടെന്ന് റൂമറുകൾ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് സോണി തന്നെ ആ റൂമറുകൾ നിഷേധിക്കുകയും ചെയ്തു. ഇപ്പോഴിതാ മാർവലിന്റെ ബിഗ് പ്രോജക്റ്റ് ആയ അവഞ്ചേഴ്സ് സീക്രട്ട് വാർസിൽ ഇവർ മൂന്നുപേരും ഒരുമിച്ചെത്തുന്നുണ്ടെന്നാണ് ഹോളിവുഡ് മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്ന ഏറ്റവും പുതിയ വാർത്തകളിൽ സൂചിപ്പിക്കുന്നത്. മെഗാസ്റ്റാർ മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി അടൂർ ഗോപാലകൃഷ്ണൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ സിനിമയാണ് പദയാത്ര. മമ്മൂട്ടിക്കൊപ്പം ഗ്രേസ് ആന്റണി, ഇന്ദ്രൻസ്, അലൻസിയർ തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിലെത്തുന്ന പദയാത്രയുടെ സെൻസറിംഗ് ഇന്നലെ നടക്കുകയുണ്ടായി. സെൻസർ ബോർഡിൽ നിന്നും UA 13+ സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കുന്ന ചിത്രത്തിന്റെ ടോട്ടൽ റണ്ണിംഗ് ടൈം 1 മണിക്കൂറും 53 മിനിറ്റും. ഇനി പദയാത്രയുടെ റിലീസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ പദയാത്രയ്ക്ക് തിയേറ്റർ റിലീസ് മൂവി ടീം പ്ലാൻ ചെയ്യുന്നില്ല. ആദ്യം ചില ഫിലിം ഫെസ്റ്റിവൽസിൽ ചിത്രം പ്രദർശനം നടത്തിയ ശേഷം ഡയറക്റ്റ് OTT റിലീസായിട്ടാവും പദയാത്ര പ്രേക്ഷകരിലേക്ക് എത്തുക. മലയാളത്തിൽ നിന്നും ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന മോസ്റ്റ് അവൈറ്റഡ് ബിഗ് ബജറ്റ് സിനിമയാണല്ലോ ഖലീഫ. പൃഥ്വിരാജ് സുകുമാരനെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്തു വരുന്ന ഖലീഫയുടെ ഓരോ അപ്ഡേറ്റുകളും സോഷ്യൽ മീഡിയയിൽ തരംഗമാവുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തെപ്പറ്റി സംവിധായകൻ വൈശാഖ് ചില തുറന്നു പറച്ചിലുകൾ നടത്തിയിരിക്കുകയാണ്. വൈശാഖിന്റെ വാക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 2022-ൽ ആദ്യമായി ഈ കഥ കേൾക്കുമ്പോൾ തന്നെ ഇതിൽ മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന കഥാപാത്രവും അതിന്റെ കഥയും ഉണ്ടായിരുന്നുവെന്നും ആദ്യം ഖലീഫ ഒരൊറ്റ സിനിമയായി തന്നെയാണ് പ്ലാൻ ചെയ്തതെന്നും ഈ സിനിമയുടെ വിജയം അനുസരിച്ച് രണ്ടാം ഭാഗത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാമെന്നുമാണ് കരുതിയത്. എന്നാൽ 2025-ൽ ഖലീഫയുടെ ആദ്യ ഷെഡ്യൂൾ ചിത്രീകരണം ലണ്ടനിൽ വെച്ച് പൂർത്തിയാക്കിയപ്പോൾ തന്നെ പടത്തിൽ വലിയൊരു കോൺഫിഡൻസ് വന്നു. ശേഷം ഖലീഫ പൂർണ്ണമായി നിർത്തണ്ട, 2 ഭാഗവും ചെയ്യണം എന്ന് കരുതുകയും ലാലേട്ടനോട് രണ്ടാം ഭാഗത്തിന്റെ കഥ പറഞ്ഞപ്പോൾ ലാലേട്ടൻ ഓക്കെ പറയുകയും ചെയ്തു. ഖലീഫയുടെ ആദ്യ ഭാഗം കാണുന്നവരെല്ലാം തന്നെ രണ്ടാം ഭാഗത്തിനായി കാത്തിരിക്കുമെന്ന വിശ്വാസവും തനിക്കുണ്ടെന്നാണ് വൈശാഖ് പറഞ്ഞിട്ടുള്ളത്. ബിഗ് ബജറ്റിൽ വൻ ക്യാൻവാസിൽ പൃഥ്വിക്കൊപ്പം ലാലേട്ടൻ കൂടെ കാമ്യവേഷം കൈകാര്യം ചെയ്യുന്ന ഖലീഫ വരുന്ന ഓഗസ്റ്റ് 20-ാം തീയതി ഓണം നാളുകളിൽ തിയേറ്ററുകളിലേക്ക് എത്തും. സൂര്യ, മമിത ബൈജു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വെങ്കി അട്ലൂരി സംവിധാനം ചെയ്തു വരുന്ന ഒരു റൊമാന്റിക് ഫീൽ ഗുഡ് സിനിമയാണല്ലോ വിശ്വനാഥൻ ആൻഡ് സൺസ്. നിലവിൽ ഈ ചിത്രത്തിന്റെ അവസാനഘട്ട പാച്ച് വർക്ക് ഷൂട്ട് ഹൈദരാബാദിലെ അന്നപൂർണ സ്റ്റുഡിയോയിൽ വെച്ച് നടന്നു വരികയാണെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നു മുതൽ 3 ദിവസത്തെ ഷൂട്ടോടുകൂടി ചിത്രത്തിന്റെ പൂർണ്ണമായ ചിത്രീകരണവും മൂവി ടീം പൂർത്തീകരിക്കും. മാത്രമല്ല ഓൾറെഡി എഡിറ്റിംഗ്, ഡബിംഗ് വർക്കുകൾ നടന്നു വരുന്ന വിശ്വനാഥൻ ആൻഡ് സൺസ് വരുന്ന ഓഗസ്റ്റ് മാസം 14-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുകയും ചെയ്യും. പ്രേക്ഷകർ ഏറെ പ്രതീക്ഷകളോടെ കാത്തിരിക്കുന്ന ഏറ്റവും പുതിയ മലയാളം സയൻസ് ഫിക്ഷൻ സിനിമയായ പ്ലൂട്ടോ എന്ന ചിത്രത്തിലെ ആദ്യ ഗാനം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. UFO മോഡ് എന്ന് തുടങ്ങുന്ന ഈ ഗാനത്തിന് മ്യൂസിക് ഒരുക്കിയിരിക്കുന്നത് വാഴ 2-ലെ തൂക്കി ചുവന്ന കരങ്ങളോടെ എന്ന ഗാനത്തിന് മ്യൂസിക് ഒരുക്കിയിട്ടുള്ള അർക്കാഡോ ആണ്. നീരജ് മാധവ്, അൽതാഫ് സലീം, അജു വർഗീസ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന പ്ലൂട്ടോയുടെ റിലീസ് തീയതി പ്രഖ്യാപനം ഉടൻ തന്നെ പുറത്തുവരും.
കേരളത്തിലെ മാർവൽ സിനിമ ആരാധകരെയും സ്പൈഡർമാൻ സിനിമാ പ്രേമികളെയും ആവേശഭരിതരാക്കുന്ന വാർത്തയാണ് ഇപ്പോൾ ഹോളിവുഡിൽ നിന്നും പുറത്തു വന്നിട്ടുള്ളത്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഏറ്റവും പുതിയ ചിത്രമായ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ റിലീസിന് തയ്യാറെടുക്കുമ്പോൾ കൊച്ചിയിൽ ഒരുക്കുന്നത് ഒരു വമ്പൻ ഫാൻ ഷോയാണ്. ഇതിലെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഫാൻ ഷോയുടെ ടിക്കറ്റിന്റെ പ്രകാശനം നടത്തിയത് ചിത്രത്തിൽ നായകനായിട്ടെത്തുന്ന ടോം ഹോളണ്ടും ജർമ്മൻ തലസ്ഥാനമായ ബെർലിനിൽ വെച്ച് നടന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ ഇവന്റിൽ മാർവൽ ഫാൻസ് ഇന്ത്യയുടെയും മാർവൽ ഫാൻസ് കേരളത്തിന്റെയും പ്രതിനിധിയായ ആന്റണി ഇമ്മാനുവൽ എന്ന വ്യക്തി നേരിട്ട് അവിടെ എത്തി ഫാൻ ഷോയുടെ പ്രകാശനം ടോം ഹോളണ്ടിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയായിരുന്നു. വരുന്ന ജൂലൈ 30 തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ആദ്യ ഫാൻ ഷോ എറണാകുളത്തെ വിനീത തിയേറ്ററിൽ വെച്ച് നടത്തപ്പെടും. പുതുമുഖ നടന്മാരെയും സോഷ്യൽ മീഡിയ താരങ്ങളെയും ഉൾപ്പെടുത്തി നവാഗതനായ ചാരു സംവിധാനം ചെയ്യുന്ന ഒരു ഹൊറർ കോമഡി എന്റർടൈൻമെന്റ് സിനിമയാണ് മഹാരാജ ഹോസ്റ്റൽ. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മൂവി ടീം പുറത്തിറക്കിയിട്ടുണ്ട്. വരുന്ന ജൂലൈ മാസത്തിൽ മഹാരാജ ഹോസ്റ്റൽ തിയേറ്ററുകളിലേക്ക് എത്തും. ഷാരൂഖ് ഖാനെ നായകനാക്കി സിദ്ധാർത്ഥാനന്ദ് സംവിധാനം ചെയ്തു വരുന്ന ഒരു ബിഗ് ബജറ്റ് ബോളിവുഡ് സിനിമയാണ് കിങ്. ഏകദേശം 350 കോടി രൂപ ബഡ്ജറ്റിൽ ഫുൾ ആൻഡ് ഫുൾ ആക്ഷൻ ത്രില്ലർ പശ്ചാത്തലത്തിൽ തയ്യാറാവുന്ന കിങ്ങിന് മുംബൈ, പോളണ്ട്, കേപ്പ് ടൗൺ എന്നിവിടങ്ങളിൽ വെച്ചായിരുന്നു ചിത്രീകരണം നടന്നു വന്നിരുന്നത്. ഇപ്പോഴിതാ പോളണ്ടിലെ വാർസോയിൽ വെച്ച് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകൾ പായിക്കപ്പാവുന്നു എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഷാരൂഖ് ഖാൻ ഒരു അസാസിന്റെ വേഷത്തിലെത്തുന്ന ഈ ചിത്രത്തിൽ അഭിഷേക് ബച്ചനാണ് വില്ലൻ വേഷം കൈകാര്യം ചെയ്യുക. ഇവരെ കൂടാതെ ഷാരൂഖ് ഖാന്റെ മകൾ സുഹാന ഖാൻ, ദീപിക പടുകോൺ, അനിൽ കപൂർ, റാണി മുഖർജി, ജാക്കി ഷറഫ് തുടങ്ങി വമ്പൻ താരനിരയും ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുമുണ്ട്. അനിരുദ്ധ് മ്യൂസിക് ഒരുക്കുന്ന കിങ് എന്ന ഈ സിനിമ ഹോളിവുഡിലെ പ്രശസ്തമായ ലിയോൺ ദ പ്രൊഫഷണൽ എന്ന സിനിമയിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. വരുന്ന ഡിസംബർ 24 ക്രിസ്മസ് റിലീസായി കിങ് തിയേറ്ററുകളിലേക്ക് എത്തും. വിഷ്ണു വിശാൽ, ഐശ്വര്യലക്ഷ്മി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ചെല്ല അയ്യാവ് സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ സിനിമയാണ് ഗാട്ടാ ഗുസ്തി 2. ചിത്രത്തിന്റെ കേരള വിതരണാവകാശം ഇപ്പോൾ E4 എന്റർടൈൻമെന്റ്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഒരു ഫാമിലി കോമഡി എന്റർടൈനറായി തയ്യാറായിട്ടുള്ള ഗാട്ടാ ഗുസ്തി 2 വരുന്ന ജൂലൈ മാസം 3 റിലീസിനെത്തും. കിങ് ഓഫ് കൊത്തയിലുണ്ടായ എല്ലാ ക്ഷീണവും തീർക്കാൻ അയാം ഗെയിമുമായി ദുൽഖർ എത്തുന്നു. ചിത്രത്തിന്റെ കാര്യമായ അപ്ഡേറ്റ് ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ലെങ്കിൽ കൂടി ഓണം തൂക്കാനായി എല്ലാ ഒരുക്കങ്ങളും അയാം ഗെയിം മൂവി ടീം നടത്തുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ആർട്ട് ഡയറക്ടർ അജയൻ ചാലിശ്ശേരി പറഞ്ഞിരിക്കുന്ന വാക്കുകളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ നഹാസിന്റെയും ദുൽഖറിന്റെയും പടമെന്ന നിലയിൽ ഒരു ഹെവി ചിത്രമാണ് അയാം ഗെയിം എന്നും മുൻനിരയിലുള്ള ടെക്നീഷ്യന്മാരാണ് ചിത്രത്തിൽ വർക്ക് ചെയ്തിട്ടുള്ളതെന്നും മാത്രമല്ല ജേക്സ് ബിജോയ് അടക്കം തങ്ങളെപ്പോലുള്ളവർ ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിട്ടാണ് അയാം ഗെയിമിനെ കാണുന്നത്. ദുൽഖറും പെപ്പയും ഹെവി ഡോസിലാണ് ചിത്രത്തിൽ എത്തുക. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഉടൻ പുറത്തു വരുന്ന അയാം ഗെയിം സിനിമയുടെ ടീസർ കാണുമ്പോൾ മനസ്സിലാവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്തായാലും കാത്തിരിക്കാം നമുക്ക് അയാം ഗെയിം സിനിമയുടെ ടീസർ റിലീസിനായി. ഹോളിവുഡിൽ നിന്നും റീസെന്റ് ആയി തിയേറ്ററുകളിലേക്ക് എത്തിയ ടോയ് സ്റ്റോറി 5 എന്ന അനിമേഷൻ ചിത്രം റിലീസിനെത്തിയ 6 ദിവസങ്ങൾ കൊണ്ട് ഇന്ത്യയിൽ നിന്നും മാത്രം 9,43,00,000 രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 3,330 കോടി രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. 2,360 കോടി രൂപയോളമാണ് ചിത്രത്തിന്റെ ടോട്ടൽ ബഡ്ജറ്റ്. ബോളിവുഡിൽ നിന്നും റീസെന്റ് ആയി പുറത്തു വന്ന കോക്ടെയിൽ 2 എന്ന ചിത്രം റിലീസിനെത്തിയ 6 ദിവസങ്ങൾ കൊണ്ട് ഇന്ത്യയിൽ നിന്നും മാത്രം 79,15,00,000 രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 103,24,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. കോക്ടെയിൽ 2വിന്റെ ബഡ്ജറ്റ് 150 കോടി രൂപ. മലയാളത്തിൽ നിന്നും റീസെന്റ് ആയി തിയേറ്ററുകളിലേക്ക് എത്തിയ ബാലൻ എന്ന ചിത്രം റിലീസിനെത്തിയ 7 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 10 കോടി രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 21,50,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ബാലന്റെ ടോട്ടൽ ബഡ്ജറ്റ് 12 കോടി രൂപ. രാംചരൺ നായകനായി തെലുങ്കിൽ നിന്നും പുറത്തു വന്ന പെഡ്ഡി എന്ന ചിത്രം റിലീസിനെത്തി 21 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 75 ലക്ഷം രൂപയും ആന്ധ്ര തെലങ്കാനയിൽ നിന്നും മാത്രം 228,82,82 രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 351,25,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. പെഡ്ഡിയുടെ ബഡ്ജറ്റ് 350 കോടി രൂപ. നസ്ലിൻ നായകനെ തിയേറ്ററുകളിലേക്ക് എത്തിയ മോളിവുഡ് ടൈംസ് എന്ന ചിത്രം റിലീസിനെത്തി 21 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 9,86,00,000 രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 17 കോടി രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. 15 കോടി രൂപ ബഡ്ജറ്റ് കണക്കാക്കുന്ന മോളിവുഡ് ടൈംസ് തിയേറ്ററുകളിൽ പരാജയം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി മോളിവുഡ് ടൈംസിന്റെ OTT റിലീസ് അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. വരുന്ന ജൂലൈ മാസം 3 മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ മോളിവുഡ് ടൈംസ് OTT സ്ട്രീമിംഗ് ആരംഭിക്കും. ഇന്ത്യൻ സിനിമാ ചരിത്രത്തെ മാറ്റിമറിച്ച ബാഹുബലിക്ക് 3ാം ഭാഗം വരുന്നു. നിലവിൽ നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്ത ബാഹുബലി ദ ടോർച്ച് ബെയറർ എന്ന ഡോക്യുമെന്ററിയിലെ ചില ദൃശ്യങ്ങളാണ് ഈ പുതിയ അഭിയോഗങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുന്നത്. ഈ ഒരു ഡോക്യുമെന്ററിയുടെ ഇടയിൽ നടൻ റാണ ദഗുപതി പറയുന്നത് ലോകം ഒരുപക്ഷെ ഇനിയും തയ്യാറായിട്ടുണ്ടാവില്ല, പക്ഷെ ബാഹുബലി ഉണ്ടാവും. ഇത് പറയുമ്പോൾ പ്രഭാസ് ആ സമയത്ത് തന്റെ വിരലുകൾ ഉയർത്തി 3 എന്ന് കാണിക്കാൻ ശ്രമിക്കുമ്പോൾ റാണയും അനുഷ്കയും ചേർന്ന് അത് തടയുകയും ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ബാഹുബലിക്ക് 3ാം ഭാഗം ഉണ്ടെന്നുള്ള സൂചനയെന്നാണ് ആരാധകർ വിലയിരുത്തുന്നതും.